നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. 1/2 കിലോ ബീഫാണ് നമ്മൾ ഫ്രൈ ആക്കാൻ എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാവേ. ഇതിനകത്ത് തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ബീഫ് വരുമ്പോഴേക്കും നമുക്ക് ഫ്രൈക്ക് വേണ്ട ബാക്കി സാധനങ്ങളുണ്ടാവുന്ന അരിഞ്ഞെടുക്കാവേ. നമ്മൾ ഫ്രൈക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. നമ്മുടെ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരിയെടുക്കാവേ. തേങ്ങ ഇങ്ങനെ കൊത്തി വറുത്തിട്ടാൽ വേറൊരു ടേസ്റ്റാണ്. തേങ്ങ കൊത്തി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കതിൽ ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ വറുത്തെടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി കോരിയെടുക്കാം. ഇനി നമ്മുടെ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച മുളക്, ഉണക്കമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ മുളക് ഉള്ളിയും കൂടെ മൂപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ട്, സൂപ്പറാണ്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരിങ്ങെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ
ഫ്രൈയിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫ്രൈക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ പെരിഞ്ജീരകം തന്നെ പൊടിച്ചതും കൂടെ ചേർത്തേക്കുന്നത്. ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. നല്ല എരിവുള്ള കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ചെടുത്തത്. ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ബീഫൊക്കെ നല്ല ഡാർക്ക് കളറായി ഉണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയി ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ മുമ്പ് വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ബീഫിനേക്കാളും കൂടുതൽ ബാക്കിയുള്ള സാധനങ്ങളല്ലേ. ഇനി നമുക്കിതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാവേ. എന്നിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി കുറച്ച് ഡെക്കറേഷൻസും കൂടെ ഉണ്ട്, അതോടെ ഇനി ചെയ്തേക്കാം. ഇത്ര ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ ആൾക്കാർ കൂടിയേ. വയലോട്ടാണോ പോണേന്ന്? അല്ല, ഇതെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഡെക്കറേഷൻ ആൾ കൂടുതലല്ലേ. അതെങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ നേരം നിങ്ങളെല്ലാവരും ഓടി വരും. മതി, എൻ്റെ ബീഫ് ഫ്രൈ കാണത്തില്ല. പിന്നെ വെക്കാതെ സംഭവം തരല്ലേ കഴിഞ്ഞ് വെച്ചേക്കട്ടെ. കൊള്ളാം, സൂപ്പറാ. ഇവിടെ വാങ്ങി ഓടുവാ. അടിപൊളി.